ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതിയിൽ നൽകിയേക്കും. അഡ്വക്കേറ്റ് അമൃതോദാസ് ഹാജരാകും. ജാമ്യത്തിന് അനുകൂലമായ നിലപാടുണ്ടാകുമെന്ന് ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിൽ നിന്നുള്ള എംപിമാർക്ക് ഉറപ്പ് നൽകിയിരുന്നു. സ്വന്തം ഇഷ്ടപ്രകാരമായിരുന്നു യാത്രയെന്നും കന്യാസ്ത്രീകൾ നിരപരാധികളാണെന്നും പെൺകുട്ടികളുടെ പ്രതികരണം ഇന്നലെ പുറത്തു വന്നിരുന്നു. ER രാഗേഷാണ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ER, വെരി ഗുഡ് മോർണിംഗ്. നമ്മളുടെ കണ്ണും കാതും എല്ലാം ബിലാസ്പൂരിലേക്കാണ്. അവിടെ നിന്ന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷ. കാരണം അത്തരത്തിലൊരു ഉറപ്പ് ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായ സാഹചര്യമാണ്. ഇന്ന് ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ മുന്നിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ പരിഗണിക്കപ്പെടുമ്പോൾ ഛത്തീസ്ഗഡ് സർക്കാർ അത് എതിർക്കില്ല എന്നതാണ് നമുക്ക് മുന്നിലുള്ള കാര്യം. അപ്പോൾ ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല NIAക്ക് വിടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുകൂടി കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയ സാഹചര്യം. അതിനൊപ്പമാണ് ഇന്നലെ പുറത്തു വന്നിട്ടുള്ള ഈ പെൺകുട്ടികളുടെ പ്രതികരണം. തങ്ങളെ ആരും നിർബന്ധിച്ചു കൊണ്ടുപോയതല്ല, കന്യാസ്ത്രീകൾ നിരപരാധികളാണ് എന്ന തരത്തിൽ പെൺകുട്ടികൾ തന്നെ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം. അത് കന്യാസ്ത്രീകൾക്ക് അവരുടെ ജാമ്യാപേക്ഷയിൽ കൂടുതൽ അനുകൂലമാകില്ലേ, സഹായിക്കില്ലേ? ആര്യ, ഗുഡ് മോർണിംഗ്. സിസ്റ്റർ പ്രീതി, ഒപ്പം തന്നെ സിസ്റ്റർ വന്ദന, ഇവർ കഴിഞ്ഞ 8 ദിവസമായി ജയിലിലാണ്. ഛത്തീസ്ഗഡിലെ ദുർഗ് സെൻട്രൽ ജയിലിലാണ് രണ്ടുപേരും ഉള്ളത്. ഇപ്പോൾ ഏതായാലും ഇന്ന് ഇരുവരെയും സംബന്ധിച്ച് നിർണായകമായ ദിവസമാണ്. കാരണം ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ്. കാരണം നേരത്തെ അനുകൂല നിലപാടായിരുന്നില്ല മാജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും ഒപ്പം തന്നെ സെഷൻസ് കോടതിയിൽ നിന്നും ഉണ്ടായത്. അതിന് പ്രധാനപ്പെട്ട കാരണം BJP ഭരിക്കുന്ന ഛത്തീസ്ഗഡിൽ സംസ്ഥാന സർക്കാർ ഈ കേസിൽ കോടതിയിൽ സ്വീകരിച്ച നിലപാടാണ്. പ്രത്യേകിച്ച് NIAയുടെ അധികാര പരിധിയിൽ വരുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ വിചാരണ കോടതിക്ക് ഈ വിഷയത്തിൽ ഇടപെടാനുള്ള അധികാരമില്ല തുടങ്ങിയ വാദങ്ങൾ നേരത്തെ തന്നെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിലൊക്കെ തന്നെ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ഇതേ തുടർന്നാണ് കോടതി വിഷയത്തിൽ അന്ന് ഇടപെടാതെ പോയതും പിന്നീട് ഇപ്പോൾ ഏതായാലും അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിക്കാനുള്ള തീരുമാനത്തിലേക്ക്, ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തത്. ഏതായാലും സഭാ നേതൃത്വം തന്നെയാണ് 2 സിസ്റ്റർമാർക്കും വേണ്ടി ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഏതായാലും ഹൈക്കോടതിയിൽ ഇന്ന് ഛത്തീസ്ഗഡ് സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് നിർണായകമായ കാര്യമാണ്. അതിന് പ്രധാനപ്പെട്ട കാര്യം, ഈ വിഷയത്തിൽ 2 തരത്തിൽ ഇടപെടലുകളുണ്ട്, അല്ലെങ്കിൽ സമ്മർദ്ദം കേന്ദ്രത്തിന് മുകളിലുണ്ട്. ഒന്ന്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധം, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള പ്രതിപക്ഷ MPമാരുടെ പ്രതിഷേധം പാർലമെന്റിൽ നടക്കുന്നുണ്ട്. അതിന് പിന്നാലെ ഇന്നലെ പ്രതിപക്ഷ MPമാർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി. ആ കൂടിക്കാഴ്ചയിൽ അമിത്ഷാ നൽകിയിട്ടുള്ള ഉറപ്പ്, ജാമ്യം അപേക്ഷ പരിഗണിക്കുകയാണെങ്കിൽ ഏതായാലും കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ അതിനെ എതിർക്കില്ല എന്ന ഉറപ്പ് അമിത്ഷായുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഒപ്പം NIA ഈ കേസിൽ ഇടപെടില്ല എന്ന വിവരങ്ങൾ കൂടി, അല്ലെങ്കിൽ അത്തരം അറിയിപ്പ് കൂടി അമിത്ഷായുടെ ഭാഗത്ത് നിന്ന് നൽകിയിട്ടുണ്ട്. കാരണം NIAക്ക് കേസ് വിടേണ്ടത്, അത്തരമൊരു തീരുമാനം കൈക്കൊള്ളേണ്ടത് കേന്ദ്ര സർക്കാരാണ്, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ്. മാത്രമല്ല സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ റിപ്പോർട്ട് കേന്ദ്രത്തിന് നൽകുകയും വേണം. ഇക്കാര്യത്തിൽ അത് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ഘട്ടത്തിൽ ഛത്തീസ്ഗഡ് സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കും, ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ബിലാസ്പൂർ ഹൈക്കോടതി ഇന്ന് കേസ് പരിഗണിക്കുമ്പോൾ സിസ്റ്റർമാരെ സംബന്ധിച്ച് നിർണായകമായ ദിവസം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, BJP കേന്ദ്ര നേതൃത്വത്തിന് മുകളിൽ വലിയ സമ്മർദ്ദം ഈ വിഷയത്തിലുണ്ട്. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ തന്നെ പ്രധാനമന്ത്രിയുമായും ഒപ്പം തന്നെ അമിത്ഷായുമായി ഇന്നലെ കൂടിക്കാഴ്ച നടത്തുകയും വിഷയം ശ്രദ്ധയിൽപ്പെടുത്തുകയൊക്കെ തന്നെ ചെയ്തിരുന്നു. കാരണം കേരളത്തിൽ മറ്റൊരു രാഷ്ട്രീയമാണ് BJP പായിട്ടുന്നത്. പ്രത്യേകിച്ച് ക്രൈസ്തവ സഭകളുമായി അടുക്കാനുള്ള തീരുമാനം, അത് സംസ്ഥാന നേതൃത്വം മാത്രമല്ല ദേശീയ നേതൃത്വം തന്നെ കഴിഞ്ഞ കാലങ്ങളായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അത്തരമൊരു നീക്കമൊക്കെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ നടക്കുന്നതാണ്. അതിന് തിരിച്ചടിയാകാൻ തരത്തിലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അറസ്റ്റ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ഇടപെടൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് വേണമെന്ന ആവശ്യം കേരളത്തിലെ BJPയിൽ നിന്ന് ശക്തമാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കേന്ദ്രത്തിൻ്റെ നിലപാട് എന്തായിരിക്കുമെന്നുള്ളതും, സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിൻ്റെ നിലപാട് അതേപടി അംഗീകരിച്ചുകൊണ്ടൊരു തീരുമാനം ഹൈക്കോടതിയിൽ സ്വീകരിക്കുമോ എന്നുള്ളതും നിർണായകമാണ്. നിലവിൽ ഏതായാലും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഇപ്പോൾ ഡൽഹിയിലുണ്ട്. നേരത്തെ നിശ്ചയിച്ച സന്ദർശനമാണെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം തന്നെ എത്താൻ അദ്ദേഹത്തിന് BJP നേതൃത്വമാണ് നിർദ്ദേശം നൽകിയെന്ന സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇന്ന് ബിലാസ്പൂരിൽ നടക്കാനിരിക്കുന്ന, അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ
കേസ് പരിഗണിക്കുമ്പോൾ നിർണായക നിമിഷങ്ങൾ തന്നെയാണ്, നിർണായക ദിവസം തന്നെയാണ്. മാത്രവുമല്ല, ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധങ്ങളിലേക്കോ അല്ലെങ്കിൽ അറസ്റ്റിലേക്കൊക്കെ എത്തപ്പെട്ടത് ബജ്രംഗ് ദളിന്റെ പ്രതിഷേധമാണ്. കഴിഞ്ഞ ദിവസം ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ദുർഗ് സെൻട്രൽ ജയിലിന് പുറത്തും അതിനുശേഷം ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിലൊക്കെ തന്നെ വലിയ രീതിയിൽ പ്രതിഷേധവുമായി ബജ്രംഗ് ദൾ രംഗത്ത് വന്നിരുന്നു. അപ്പോൾ ഇന്ന് അവരുടെ നീക്കം എന്തായിരിക്കും എന്ന ചോദ്യം കൂടി അവശേഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും കേരളത്തിലുള്ള നേതാക്കളുടെ സന്ദർശനം തുടരുകയാണ്. നിലവിൽ PK ശ്രീമതി അടക്കമുള്ള ഇടത് നേതാക്കൾ ഛത്തീസ്ഗഡിൽ എത്തിയിട്ടുണ്ട്. ഒപ്പം ഹൈബീഡിന് നേതൃത്വത്തിലുള്ള UDF MP-മാരുടെ സംഘം ഇന്ന് അവിടെ എത്തുന്നുണ്ട്. ഇത് കൂടാതെ ഷോൺ ജോർജ്, BJP നേതാവ് ഷോൺ ജോർജും ഇന്ന് റായ്പൂരിൽ എത്തുമെന്നാണ് ഇപ്പോൾ BJP നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. കാരണം നേരത്തെ അനൂപ് ആന്റണിയാണ് അവിടെ പോവുകയും മുഖ്യമന്ത്രിയുമായും ആഭ്യന്തരമന്ത്രിയുമായൊക്കെ തന്നെ സംസാരിച്ചത്. അതിനുശേഷമാണ് ഈ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ സംസ്ഥാന സർക്കാർ എതിർക്കുന്ന നിലപാടൊക്കെ തന്നെ കൈക്കൊണ്ടത്. അത് സംസ്ഥാന BJPയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായിരുന്നു. ഇന്നലെ ഏതായാലും രാജീവ് ചന്ദ്രശേഖറിനൊപ്പം സഭാ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്ന ഷോൺ ജോർജ് ആയിരുന്നു. ഇന്നിപ്പോൾ ഏതായാലും ഷോൺ ജോർജ് കൂടി റായ്പൂരിലേക്ക് എത്തും എന്നാണ് ഇപ്പോൾ BJP നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. രാഗേഷാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. എന്തായാലും ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കും കന്യാസ്ത്രീകൾക്ക് എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മുന്നിലുള്ളത്.